എല്ലാ അസുഖവും മാറി, BP മെഡിസിൻസൊക്കെ നിർത്തി ആൾ സ്റ്റേബിളായി. അങ്ങനെ 31 നവംബറിൽ അമ്മ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ വീട്ടിൽ വേറെ ആരും സഹായത്തിനില്ലാത്തതുകൊണ്ടിട്ട് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുവന്ന് അമ്മേനെയും അപ്പച്ചനെയും നിർത്തി. അപ്പച്ചൻ ഓൾറെഡി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കാല് പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുമായിരുന്നു. അങ്ങനെ അപ്പച്ചനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റി. അവർ രണ്ടുപേരെയും നല്ലവണ്ണം ശുശ്രൂഷിക്കാനും ഒക്കെ സാധിച്ചു. അതിന് ദൈവത്തിന് ഒരുപാട് നന്ദി. അതിനുശേഷം പിന്നെ മുൻപോട്ട് പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ടാണ്. അപ്പോഴും ഈ ലിസ്റ്റിൽ ഞാൻ ലിസ്റ്റിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോസസ്സിങ് ആദ്യത്തെ റാങ്കുള്ളവർക്കൊക്കെ ഓരോന്നേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കൊക്കെ ജോലി ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഓരോരുത്തരുടെ ഇത് കാണുമ്പോഴും എനിക്ക് ഈ ഉടമ്പടി മുടങ്ങിപ്പോയി. എനിക്കിനി അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ധൈര്യക്കുറവ് എനിക്കുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞത്, നീ എന്തായാലും ഉടമ്പടി പോയി പുതുക്ക്, അത് കഴിയുമ്പോൾ നിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ 2024 ഫെബ്രുവരി 8 ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നത്. അങ്ങനെ പുതുക്കിയപ്പോൾ ഒരിക്കലും ഒരു ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ടായി, ഓൾറെഡി ഉടമ്പടി എടുത്തവർ പുതുക്കിയിട്ട് പോയാൽ മതി, അല്ലാതെ പുതിയത് എടുക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാനത് ഉദ്ദേശിച്ചാണ് വന്ന് പുതുക്കിയത്. പക്ഷെ ആ സമയത്ത് എൻ്റെ കയ്യിൽ കാശ് രൂപം ഒരു അലൂമിനിയം ഇതിലുള്ള ക്യാഷ് രൂപമായിരുന്നു.